കല്യാശ്ശേരി മണ്ഡലം ഔഷധ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ പരിധിയിൽ കൃഷി ചെയ്ത കുറുന്തോട്ടി കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം നടന്നു. എടാട്ട് മഞ്ചാടി സ്വയം സഹായ സംഘം കൂട്ടായ്മയുടെ കൃഷിയിടത്തിൽ എം വിജിൻ MLA വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. കല്യാശ്ശേരി മണ്ഡലം ഔഷധ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ പരിധിയിൽ കൃഷി ചെയ്ത കുറുന്തോട്ടി കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. എടാട്ട് മഞ്ചാടി സ്വയം സഹായ സംഘം കൂട്ടായ്മയുടെ കൃഷിയിടത്തിൽ എം വിജിൻ MLA വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. ഈ 3 പഞ്ചായത്ത് 25 ഏക്കർ നമ്മൾ കണ്ടെത്തി കർഷകർക്ക് അതൊരു വലിയ വിജയമായി. ആ വിജയത്തെ തുടർന്ന് സംസ്ഥാന സർക്കാരിന്റെ തന്നെ ഏറ്റവും വലിയ കാർഷിക രംഗത്തെ പുരസ്കാരം ജൈവ കാർഷിക മണ്ഡലം എന്ന അവാർഡ് 2023 കല്യാശ്ശേരി മണ്ഡലത്തിന് ലഭിച്ചു. അങ്ങനെ നിരവധി ശ്രദ്ധേയമായ രീതിയിലേക്ക് കേരളത്തിലെ അവാർഡ് ലഭിച്ചതിന് ശേഷം കേരളത്തിലെ പ്രധാന മാധ്യമങ്ങളെല്ലാം പ്രധാന സ്റ്റോറിയായി കല്യാശ്ശേരിയുടെ കുറുന്തോട്ടിയുടെ ഒരു മാതൃകയെ അവതരിപ്പിക്കുകയുണ്ടായി. ഇന്ത്യൻ എക്സ്പ്രസ് ഉൾപ്പെടെ ഇന്നും ഇന്ത്യൻ എക്സ്പ്രസിൽ അതിന്റെ വാർത്തയുണ്ട്. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VT അമ്പു അധ്യക്ഷനായി. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്തിൽ ഈ വർഷം 3 ഏക്കറിലാണ് കുറുന്തോട്ടി കൃഷി ചെയ്തിട്ടുള്ളത്. സംസ്ഥാന കൃഷി വകുപ്പ്, ഔഷധി, മെഡിസിനൽ പ്ലാൻ ബോർഡ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, മറ്റത്തൂർ ലേബൽ കോൺട്രാക്ട് സൊസൈറ്റി എന്നിവരുടെ സഹകരണത്തോടെയാണ് കല്യാശ്ശേരി മണ്ഡലത്തിൽ ഔഷധ ഗ്രാമം പദ്ധതി നടപ്പിലാക്കുന്നത്. പയ്യന്നൂർ ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിജയൻ അടുക്കാടൻ, കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ദീപു MB, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജനി C, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സതീശൻ K, വാർഡ് മെമ്പർമാരായ പ്രസീദ, താജുദ്ദീൻ T, കുഞ്ഞിമംഗലം കൃഷി ഓഫീസർ അമിത സിസിൽ, കൃഷി അസിസ്റ്റന്റ് ജുമൈല A എന്നിവർ സംസാരിച്ചു. കാർഷിക വികസന സമിതി അംഗങ്ങൾ, കേര സമിതി അംഗങ്ങൾ, പാടശേഖര പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.